ശ്രീ പി സി വിശ്വനാഥ്. സർ, എൻ്റെ നിയോജകമണ്ഡലമായ കുണ്ട്രയിലെ കുണ്ടറ, പേരയം, പെരിനാട്, തൃക്കോയിൽവട്ടം, നെടുമ്പന, കൊറ്റങ്കര, ഇളമ്പള്ളൂർ ഈ 7 പഞ്ചായത്തുകളും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. സർ, ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം കുണ്ടറ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഗുണഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ജല കണക്ഷനുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിന് ആനുപാതികമായ ജലലഭ്യത ഇല്ല. അത് വലിയൊരു പ്രയാസമായിട്ട് മാറുകയാണ്. കണക്ഷൻ കൂടി ജലലഭ്യത അതിനനുസരിച്ച് ഉണ്ടായിട്ടില്ല. ഞാങ്കടവ് പദ്ധതിയിൽ എളമ്പള്ളൂർ പോലീസ് സ്റ്റേഷൻ നാന്തിരിക്കൽ റൂട്ടിലെ ഒരു 170 മീറ്റർ ദൂരത്തേക്ക് പൈപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മോർത്തിൻ്റെ പെർമിഷൻ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അത് ലഭിക്കാനുള്ള അടിയന്തരമായ നടപടികൾ വേണം. സർ, ഞാങ്കടവ് പദ്ധതിയിലെ തന്നെ തടയണയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കണം. പെരിനാട് കുടിവെള്ള പദ്ധതിയുടെ ടെൻഡർ നടപടിയിലെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് അടിയന്തരമായി പരിഹരിക്കണം. കൊറ്റങ്കരയിലെ വാട്ടർ ടാങ്ക് നിർമ്മാണം ആരംഭിക്കുന്നതിലെ കാലതാമസം അടിയന്തരമായി ഒഴിവാക്കണം. ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ കുണ്ട്ര നിയോജകമണ്ഡലത്തിന് മാത്രമായി ഒരു പ്രത്യേക കുടിവെള്ള പദ്ധതി ആരംഭിക്കണം എന്നുകൂടി ഞാൻ ഈ സബ്മിഷനിൽ കൂടി അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഈ കൊട്ടാരക്കര ഡിവിഷൻ്റെ കീഴിലുള്ള എളമ്പൽ പദ്ധതിയിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ കുണ്ട്രയിലേക്ക് ജലം എത്തുന്നത്. അത് കൊട്ടാരക്കരയിലും കുണ്ട്രയിലും ഈ സോഴ്സാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കുണ്ട്രയ്ക്ക് പലപ്പോഴും ജലം ലഭ്യമാകാറില്ല. അതുകൊണ്ട് ഈ കൊട്ടാരക്കര നെടുവത്തൂർ പദ്ധതി വരുമ്പോൾ കുറച്ചുകൂടി കുണ്ട്രയ്ക്ക് ജലം ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും കുണ്ട്രയ്ക്ക് മാത്രമായി ഒരു പ്രത്യേക വാട്ടർ സപ്ലൈ സ്കീം വേണമെന്നുള്ളതിന് പ്രസക്തിയുണ്ട്. സാറ്, അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻ എത്താത്ത പ്രദേശങ്ങളിൽ കുഴൽ കിണറുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അനുവദിച്ച് നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഈ വേനൽക്കാലത്ത് KIP കനാലുകൾ വഴി വെള്ളം തുറന്നുവിട്ടാൽ പരിസരത്തെ കിണറുകളിൽ ജലലഭ്യത ലഭിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നമുള്ളത്, ജലം തുറന്നുവിടാൻ പറയുമ്പോൾ ഈ കൃഷി ചെയ്യുന്നവർ പറയും പറ്റൂല എന്ന് പറയും. കാരണം ഈ കനാൽ മെയിൻ്റനൻസ് നടക്കാത്ത കാരണം ഈ KIP കനാലിലേക്ക് വെള്ളം തുറന്നു വിടുമ്പോൾ നെൽകൃഷി ചെയ്യുന്ന കർഷകർ പറയും ഇപ്പോൾ പറ്റൂല, ഞങ്ങൾ നെല്ല് കൃഷി കൊയ്ത്ത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിനുള്ള നടപടി സ്വീകരിക്കണം. സാർ ഒരു മിനിറ്റ്, അരമിനിറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അടിയന്തരമായിട്ടും ഈ പഞ്ചായത്തുകൾക്ക് നമ്മളൊരു ഉത്തരവ് കൊടുക്കാറുണ്ട്. അങ്ങ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയായിട്ടുകൂടി ആലോചിച്ചിട്ട് ഈ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കേണ്ട സമയമായി. അപ്പോൾ അതിനൊരു ഉത്തരവ് ഗവൺമെൻറ്റിൽ നിന്ന് ഇറക്കി പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ അവർക്ക് പണം ഉപയോഗിച്ചുകൊണ്ട് ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി. ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വിഷയങ്ങളാണ്. അത് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കുണ്ട്ര നിയോജകമണ്ഡലത്തിലെ കുണ്ട്ര, പേരിയം എന്നീ പഞ്ചായത്തുകളിൽ നിലവിലെ BAWSS2 കുണ്ട്ര ആൻഡ് അഡ്ജോയിങ് പഞ്ചായത്ത്സ് എന്ന കുടിവെള്ള പദ്ധതിയിൽ നിന്നും ജലവിതരണം നടത്തുന്നു. മേൽപ്പടി പദ്ധതിയുടെ ഭാഗമായി ഇളമ്പൽ സ്ഥാപിച്ചിരിക്കുന്ന 16 MLD ജലശുദ്ധീകരണശാലയിൽ നിന്നും 500 mm DI പൈപ്പുകൾ വഴി കുണ്ട്ര, പേരിയം എന്നീ ഉപരിതല ജലസംഭരണികളിൽ ജലമെത്തിച്ച് വിതരണം ചെയ്തു വരുന്നു. മേൽപ്പടി പഞ്ചായത്തിലെ ഉയർന്ന സ്ഥലങ്ങളിൽ ജലവിതരണം ഉറപ്പാക്കുന്നതിന് വിവിധ ഫോണുകളായി തിരിച്ചു വാൽവുകൾ ക്രമീകരിച്ച് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസങ്ങളായി ജലവിതരണം ഉറപ്പാക്കുന്നുണ്ട്. മേൽപ്പടി പദ്ധതിയിലെ പമ്പ് സെറ്റുകളെല്ലാം തന്നെയും 100% സ്റ്റാൻഡ് ബൈ ഉൾപ്പെടെ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. കൂടാതെ പൈപ്പ് ലൈനുകളുടെ ചോർച്ചയും അടിയന്തരമായി പരിഹരിച്ച് ജലവിതരണം ഉറപ്പാക്കുന്നു. കുണ്ട്ര നിയോജകമണ്ഡലത്തിലെ എളമ്പല്ലൂർ പഞ്ചായത്തിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന പുനുക്കുന്നൂർ ചിറ കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ്സായ പുനുക്കുന്നൂർ ചിറയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ പൂർണ്ണമായ തോതിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. KIP കനാൽ വഴിയുള്ള ജലലഭ്യത ഉണ്ടായാൽ അത് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇതിനായി കനാലിൻ്റെ ചുമതലയുള്ള KIP കൊട്ടിയം ഓഫീസിലേക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ജിക്ക കുടിവെള്ള പദ്ധതിയിൽ നിന്നും മാമച്ച് കുറ്റിപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള കുഴൽക്കിണർ പദ്ധതി പ്രകാരം ജലലഭ്യത ഉറപ്പാക്കുന്നുണ്ട്. മേൽപ്പടി പദ്ധതിയിലെ പമ്പ് സെറ്റുകളും അനുബന്ധ മെഷീനറികളും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി വരൾച്ചാകാലത്ത് ഷട്ട് ഡൗൺ ഉണ്ടാകാതെ പ്രവർത്തിക്കുന്നതിന് സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ പൈപ്പ് ലൈനുകളിലെ പൊട്ടലുകളും പൊതുജനങ്ങളുടെ പരാതികളും അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. കുണ്ട്ര നിയോജകമണ്ഡലത്തിൽ പെരിനാട് പഞ്ചായത്തിലെയും കൊറ്റങ്കര പഞ്ചായത്തിലെയും ജലവിതരണം കുഴൽക്കിണറുകളെയും തൃക്കോൽവട്ടം പഞ്ചായത്തിൽ കണ്ണനെല്ലൂർ ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള ജലത്തെയും നെടുമ്പന പഞ്ചായത്തിൽ ഇക്ക പദ്ധതി ജലത്തെയുമാണ് മുഖ്യമായും ആശ്രയിക്കുന്നത്. ആസന്നമായിരിക്കുന്ന വരൾച്ചാകാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മേൽപ്പടി പഞ്ചായത്തുകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു. അവയിൽ സ്റ്റേറ്റ് പ്ലാൻ, ഡ്രൗട്ട് റിലീഫ് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടുള്ള പമ്പ് സെറ്റുകൾ, വാൽവുകൾ എന്നിവയുടെ സ്ഥാപനം, പഞ്ചായത്ത് ഡെപ്പോസിറ്റ്, MLA ഫണ്ട് എന്നിവ ഉപയോഗിച്ച് പുതിയതായി നിർമ്മിക്കുന്ന കുഴൽക്കിണറുകളുടെ കമ്മീഷനിങ് എന്നിവയും ഉൾപ്പെടുന്നു. അതോടൊപ്പം കൂടുതൽ ഇൻ്റർകണക്ഷൻ പ്രവർത്തികൾ നടത്തിയും
വാൽവുകൾ ക്രമീകരിച്ചും കാലഹരണപ്പെട്ടതും ചോർച്ചയുള്ളതുമായ പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ചും നിലവിലുള്ള പമ്പിംഗ് സമയം വർദ്ധിപ്പിച്ചും വരൾച്ചാകാലത്തും ഉപഭോക്താക്കൾ കുടിവെള്ളം ലഭിക്കുന്നുള്ള സാധ്യമായ നടപടി സ്വീകരിച്ചു വരികയാണ്. ഇവിടെ സൂചിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഈ ജലലഭ്യതയെ സംബന്ധിച്ചിട്ടുള്ളൊരു ആശങ്കയാണ് അവിടെ ഏറ്റവും സുപ്രധാനമായി കാണുന്നത്. ഇപ്പോൾ കൊട്ടാരക്കരയിലും കുണ്ടറയിലും ഒരുപക്ഷെ ആ ഒരു വിഷയം ഒരേപോലെ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. പുതിയൊരു പദ്ധതി വരുമ്പോൾ കുറേ കൂടി ആശ്വാസകരമായിരിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പൈപ്പ് ലൈനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും വാട്ടർ ടാങ്കിൻ്റെ പ്രശ്നങ്ങൾ, പെർമിഷൻ കിട്ടേണ്ടതായിട്ടുള്ള മറ്റ് പ്രവൃത്തി കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, KIP കനാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ സമഗ്രമായൊരു വിഷയം അവിടെ നേരിടുന്നുണ്ട്. അത് കൊല്ലം ജില്ലയിൽ പൊതുവേയും ഇത്തരം വിഷയങ്ങൾ ഉണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയം പരിഹരിക്കുന്നതിന് സാധ്യമാകുന്നൊരു സമയം നേരത്തെ കൂട്ടി നിശ്ചയിച്ച് MLAയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഈ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് സോഴ്സിൻ്റെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗം കണ്ടെത്തുക. എന്താണ് ഓൾട്ടർനേഷൻ എന്ന് കണ്ടെത്തി സാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗവൺമെൻറ് തയ്യാറാവും.